ദാനങ്ങളുടെ ഉടമസ്ഥനായ സർവശക്തനായ ദൈവം നമുക്ക് തരുന്ന അത്ഭുതകരമായ എല്ലാ ദിനങ്ങൾക്കായിട്ടും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട ദൈവവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധ്യാനമായും സൗഖ്യമായും ബലമായും അത് നമ്മുടെ ദർശനമായും ഒക്കെ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനം കേൾക്കുന്തോറും നമ്മുടെ ജീവിതം ധന്യമാവുകയാണ്. കൂടുതൽ കേൾക്കാൻ കർത്താവിൽ നമുക്ക് ബലപ്പെടാം. കർത്താവിൽ നമുക്ക് അടിയുറച്ച് ആശ്രയം വയ്ക്കാം. കർത്താവിൽ ശക്തിപ്പെടാം. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യൻ ഒരു പൂന്തോട്ടക്കാരനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പൂന്തോട്ടത്തിലെ പൂക്കളെല്ലാം ഇത്രയും നന്നായിട്ട് ഭംഗിയായി വളരുന്നത്? എല്ലാ ചെടികളും വളരെ മനോഹരമായി വളരുന്നല്ലോ. അതിന് പൂന്തോട്ടക്കാരൻ പറഞ്ഞ കാര്യം, ഞാൻ അവരെ വളരാനായിട്ട് ഫോഴ്സ് ചെയ്യാറില്ല, നിർബന്ധിക്കാറില്ല. അവരുടെ വളർച്ചയെ തടയുന്നതിനെ ഞാൻ എടുത്തു കളഞ്ഞു. എന്താണോ അവരെ തടയുന്നത് ഞാൻ അതിനെ എടുത്തു കളഞ്ഞു. ഉദാഹരണത്തിന് ചില പുഴുക്കളെ എടുത്തു കളഞ്ഞു, ചില ഉണങ്ങിയ കമ്പുകളെ എടുത്തു കളഞ്ഞു, അവരുടെ വളർച്ചയെ തടയുന്ന ചില ഷെയ്ഡുകളെ എടുത്തു മാറ്റി. അത് കഴിഞ്ഞപ്പോൾ അവർ വളർന്നു. അതായത് ഈ ഭൂമിയിൽ എല്ലാവർക്കും വളരുവാൻ അവസരങ്ങളുണ്ട്. എന്നാൽ നാം ചെയ്യേണ്ട ഒറ്റ കാര്യം, അവരെ വളരാൻ വേണ്ടി നിർബന്ധിക്കേണ്ട. അവർ വളർന്നിരിക്കും. എന്നാൽ അവരുടെ വളർച്ചയെ തടയുന്ന ഓരോന്ന് കണ്ടുപിടിച്ച് അതൊന്ന് മാറ്റിക്കൊടുത്താൽ മതി. പിന്നീട് അവരുടെ വളർച്ച അതിവേഗത്തിലായിരിക്കും. നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ തലമുറകളെ, നമ്മുടെ ദേശക്കാരെ, നമ്മുടെ സമൂഹത്തെ എല്ലാം വളരുവാൻ നമുക്ക് അനുവദിച്ചാൽ മതി. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ മതി. അവർ വളർന്നിരിക്കും. നമുക്കും വളരുവാൻ നല്ല അവസരങ്ങളുണ്ട്. തക്ക സമയത്ത് ഉയർത്തുന്നവൻ്റെ കൈക്കീഴെ താണിരുന്നാൽ മതി. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വളർച്ചയെ തുടക്കത്തിലേ തന്നെ കുത്തിക്കളയുന്ന ചില പുഴുക്കളുണ്ട്, ചില വണ്ടുകളുണ്ട്. ഇതിനെയെല്ലാം കണ്ടുപിടിച്ച് ഒഴിവാക്കാമെങ്കിൽ നാം നന്നായിട്ട് വളരും. കർത്താവ് അതിനുള്ള കൃപ നമുക്കെല്ലാവർക്കും തരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. പിറ്റേന്നാൾ അവൻ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്കും അവന് ഒരു വിവശത വന്നു. വളരെയധികം വിശന്നിരിക്കുന്ന ഒരു പത്രോസിനെ കാണാം. മീൻപിടുത്തക്കാരാണ്, കടലിനോട് മല്ലിടുന്നവരാണ്, ജീവിതത്തിൽ സാഹസികമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. തിരമാലകൾക്ക് നേരെയും വലിയ കടലിന് നേരെയൊക്കെ പൊരുതി ജയിച്ചവരാണ് മുക്കുവന്മാർ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവനെ നിലനിർത്തുവാൻ ദൈവം അവർക്ക് കൊടുത്ത ഒന്നാണ് വിശപ്പ്. വിശപ്പില്ലെങ്കിൽ അതിനു വേണ്ട ഭക്ഷണം കഴിക്കില്ല. വിശപ്പ് മാറും വരെ ഭക്ഷണം കഴിക്കും. രുചിക്ക് വേണ്ടിയല്ല പത്രോസ് ഭക്ഷണം കഴിക്കുന്നത്, വിശപ്പിന് വേണ്ടിയാണ്. വിശപ്പ് മാറിയാൽ അതിൻ്റെ അർത്ഥം ശരീരത്തിന് വേണ്ട ഭക്ഷണമായി എന്ന് ആമാശയം നമുക്കൊരു സിഗ്നൽ തന്നു കഴിഞ്ഞു. ഇനി ഭക്ഷണം വേണ്ട, വിശപ്പ് മാറിയല്ലോ. ഇന്ന് സമൂഹത്തിൽ പലരും രുചിക്ക് വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉള്ളത് കിട്ടിയാൽ എത്രത്തോളം വേണമെങ്കിലും, സ്ഥലമില്ലെങ്കിലും വലിച്ചു കയറ്റും. അങ്ങനെ വലിയ വയറുകൾ ഉണ്ടായി ശരീരം വേണ്ട രീതിയിൽ ആരോഗ്യപരമായി തീരാതെ ശാരീരികമായ ബലങ്ങൾ കുറഞ്ഞ് കൊഴുപ്പ് കൂടി പലതരത്തിലുള്ള രോഗത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുകയാണ്. വിശപ്പിനല്ല ഭക്ഷണം കഴിക്കുന്നത്,
രുചിക്ക് വേണ്ടിയാണ്. നമ്മെ രുചിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പല പരസ്യങ്ങളും അതിനു പറ്റിയ പ്രോത്സാഹനം തരുന്ന പല വ്യക്തികളും നമ്മുടെ സമൂഹത്തിൽ വരുമ്പോൾ അറിയാതെ വിശപ്പിനുള്ള ഭക്ഷണം എന്നുള്ളതിനേക്കാൾ രുചിയുള്ള ഭക്ഷണം എന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് തന്നെ നമ്മൾ മാറുകയാണ്. ഇവിടെ പത്രോസ് ഒരു കടൽപ്പുറത്ത് ഉള്ള ഒരു വീട്ടിലാണ് പാർക്കുന്നത്. തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിലാണ്. ഒരുപക്ഷെ വളരെ സാമ്പത്തിക പ്രശ്നമുള്ള കുടുംബമായിരിക്കാം. അല്ലെങ്കിൽ പത്രോസ് പോലുള്ള ഒരു വിലയേറിയ ദൈവദാസൻ അദ്ദേഹത്തിന് കുറേ നാളായിട്ട് ഒരു വീട്ടിൽ പാർക്കുകയാണ്. അതുകൊണ്ട് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയായിരിക്കാം. എന്നും കൊടുത്തത് പത്രോസിന് ബോറായാൽ വീട്ടിലാണെങ്കിൽ പറയുക എനിക്ക് വേണ്ടെന്ന് പറയുക. മറ്റൊരു വീട്ടിൽ ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല. എന്നാൽ തോൽക്കൊല്ലനായ ശിമോൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇത് മനസ്സിലാക്കി അതിനനുസരിച്ച് വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ഒരുക്കുകയായിരിക്കാം. ഏതായാലും പത്രോസിന് നന്നായിട്ട് വിശന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. താൻ അങ്ങനെ വിശന്നപ്പോൾ തല കൊണ്ടുപോയി ഭിത്തിയിലിടിച്ചില്ല. അദ്ദേഹം പോയി ദേഷ്യപ്പെട്ടില്ല. ഞാനൊരു വലിയ ദൈവദാസനല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് സമയത്ത് ഭക്ഷണം തന്നില്ല എന്ന് പറഞ്ഞില്ല. അദ്ദേഹം പ്രാർത്ഥിക്കാൻ കയറിയെന്ന്. വിശന്നപ്പോൾ അദ്ദേഹം കുറച്ചു നേരം കൂടി കഴിയും ഭക്ഷണമാകാനെന്ന് അറിഞ്ഞപ്പോൾ ആ കുറഞ്ഞ സമയം പോലും പ്രാർത്ഥനയിലേക്ക് കയറുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയങ്ങൾ വെറുതെ പോകുന്നില്ല, വെറുതെ വിശന്നിരിക്കുകയല്ല. ആ വിശന്നിരിക്കുന്ന സമയം പോലും താൻ പ്രാർത്ഥനയാക്കി മാറ്റി. അതാണ് നമ്മൾ അവിടെ വായിച്ചത്. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അപ്പോൾ ഒരു സമയമുണ്ട്, ആ സമയത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ടും ഭക്ഷണം കിട്ടിയില്ല. ഉടനെ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു? അദ്ദേഹം ദൈവ സാന്നിധ്യത്തിലേക്ക് ആ അന്തരീക്ഷത്തെ മാറ്റിയെടുത്തു. അദ്ദേഹത്തിനുണ്ടായിരുന്ന ബുദ്ധിമുട്ട്, വിശപ്പ് എന്നുള്ളത് പോലും അദ്ദേഹം ഒരു ആത്മവിവശതയുടെ അന്തരീക്ഷമാക്കി അദ്ദേഹം മാറ്റി. നമുക്കുണ്ടാകുന്ന വിശപ്പും നമുക്കുണ്ടാകുന്ന ദാഹവും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളും എല്ലാം ഒരു ആത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാധ്യതയാക്കി, സാന്ദ്രതയാക്കി ഒന്ന് മാറ്റാമോ? അത്ഭുതമാക്കി നമുക്കൊന്ന് മാറ്റാൻ കഴിയുമോ? വേണമെങ്കിൽ നമുക്ക് ഓരോ അന്തരീക്ഷത്തെയും ആത്മനിറവിൻ്റെ അന്തരീക്ഷമാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ പത്രോസ് അത് ചെയ്തു. തനിക്കൊരു വിവശതയുണ്ടായി. വിശന്ന് അവശതയുണ്ടായി എന്നല്ല, തനിക്കൊരു വിവശത ഉണ്ടായി. അവിടെ ഒന്നാമത്തെ കാര്യം നിയോഗത്തിലെ പ്രാർത്ഥന. അദ്ദേഹം ഒരു നിയോഗത്തിനകത്താണ്, ഒരു നിയോഗത്തിലാണ്. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു സമയത്തുള്ളൊരു പ്രാർത്ഥന. അത് കഴിഞ്ഞപ്പോഴും വീണ്ടും ഭക്ഷണമായില്ലെന്ന് കണ്ടപ്പോൾ ആ ഗ്യാപ്പ് കൂടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുത്തു. അപ്പോൾ ആ വിശപ്പിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ആ വിവശത അദ്ദേഹത്തിന് ഒരു നല്ല ദർശനം ഉണ്ടാക്കി കൊടുത്തു. അതാണ് അവിടെ നമ്മൾ കാണുന്നത്. ഒരു വിശപ്പിൻ്റെ ദർശനം കൊടുത്തു. എന്താണ്? മനുഷ്യന് വിശപ്പ് വരുമ്പോൾ ചിലപ്പോൾ അതുപോലെ വിശപ്പ് വന്നാലും ഉറക്കം വരില്ല. എന്നാൽ അവശത എന്നുള്ളത് ഇവിടെ അദ്ദേഹത്തിന് ഇല്ല. വിവശത എന്നുള്ളത്, അവശത വന്നാൽ ചിലപ്പോൾ ഒരു ഉറക്കം കഴിയുമ്പോൾ ശരിയാകും. എന്നാൽ വിവശത വന്നാൽ ഒരു ദർശനത്തോടെ അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. അവശതയ്ക്ക് ഏറ്റവും നല്ലത് ഒരു ഉറക്കമാണ്. ശാരീരികമായിട്ടൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് നന്നായിട്ട് ഉറങ്ങിക്കഴിയുമ്പോൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ അത് ശരിയാകാം. എന്നാൽ വിവശത വന്നാൽ ഒരു ദർശനവുമായി പുറത്തു വരണം. ഇതാ പത്രോസ് ഒരു ദർശനത്തിലേക്ക് മുങ്ങി താഴുന്ന ഒരു അനുഭവമായിരുന്നു
പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന വലിയ ആവശ്യങ്ങൾ, തക്ക സമയത്ത് ആ ആവശ്യത്തിന് മറുപടി ലഭിക്കാതെ വരുമ്പോൾ ആ സമയം കൂടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് മുതലാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അവിടെ നമുക്കുണ്ടാകുന്ന ചില അനുഭവങ്ങളാണ് ഈ ആത്മവിവശത എന്നുള്ളത്. DGS ദിനകരൻ അതിന് നല്ലൊരു ഉദാഹരണമാണ്. അദ്ദേഹം 8 വർഷം 8 മണിക്കൂർ വെച്ച് ദിവസവും പ്രാർത്ഥിക്കും. ഓഫീസിൽ നിന്ന് വന്നാൽ നേരെ ഒരു 5-5:30 കയറിയിരുന്നാൽ 6:30, 7:30, 8:30, 9:30, 10:30, 11:30, 12:30, 1:30. അമ്മ രാത്രിയിലുള്ള അത്താഴം ഉണ്ടാക്കി വെച്ചിട്ട് എപ്പോഴും ചെന്ന് നോക്കും. എഴുന്നേക്കാണ്ട് വരുമ്പോൾ നല്ല വഴക്ക് പറഞ്ഞിട്ട് ഭക്ഷണമെല്ലാം മൂടി വെച്ചിട്ട് കിടന്നുറങ്ങും. മകൻ അത്താഴം കഴിക്കുന്നില്ല, ഒറ്റ ഇരിപ്പാണ് 8 മണിക്കൂർ. അങ്ങനെ 8 വർഷം യാതൊരു അനുഭവം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകണം. ഓഫീസിലോട്ട് പോകാൻ സമയത്ത് 15 മിനിറ്റ് കൂടി തനിക്ക് കൂടുതലുണ്ട്. അത്ര നേരത്തെ പോകേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ ചിട്ടയുള്ള ഒരു മനുഷ്യനാണ്, നേരത്തെ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ 15 മിനിറ്റ് എന്ത് ചെയ്യും? 15 മിനിറ്റ് കൂടി ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. 8 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് വെറുതെ കിട്ടിയ 15 മിനിറ്റ് എന്ത് ചെയ്യണമെന്നറിയാം. പ്രാർത്ഥന. 8 വർഷം പ്രാർത്ഥിച്ചതല്ലേ, 8 മണിക്കൂർ വെച്ച് പ്രാർത്ഥിച്ചതല്ലേ, 365 × 8 മറുപടികളൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് എൻകൗണ്ടറുകളൊന്നും ഉണ്ടായില്ലല്ലോ, സ്വർഗീയ ദർശനങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു? ചിലരെ കർത്താവ് ഇതുപോലെ പ്രാർത്ഥനയിലേക്ക് വലിച്ചു കൊണ്ടുപോകും. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആവശ്യബോധത്തിൽ നിന്ന്, എന്നാൽ കുറച്ച് കഴിയുമ്പോൾ പ്രാർത്ഥന നമ്മെ വലിച്ചു കൊണ്ടുപോകും. പ്രാർത്ഥന ശക്തിപ്പെട്ടിട്ട് പ്രാർത്ഥന നമ്മെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. പ്രാർത്ഥന നമ്മെ പ്രഭാതത്തിൽ കൊണ്ടുപോയി ഇരുത്തും. പ്രാർത്ഥന നമ്മെ നിർജ്ജന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പ്രാർത്ഥന നമ്മെ കൈകോർത്ത് പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന കൂട്ടത്തിലേക്ക് കൊണ്ടുപോകും. പ്രാർത്ഥന നമ്മെ രാത്രിയുടെ യാമങ്ങളിലേക്ക് കൊണ്ടുപോകും. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഒരു ശക്തിയായി വളർന്ന അനുഭവം. അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്നത് മനസ്സിലാവും. 8 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരുവൻ 15 മിനിറ്റ് നേരത്തെ ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് മനസ്സിലാക്കി അതും കൂടി പ്രാർത്ഥനയാക്കി 8.25 മണിക്കൂർ. ആ 15 മിനിറ്റിൽ ഒരു കാര്യം നടന്നു. താൻ ആത്മവിവശനായി നേരെ സ്വർഗത്തിലേക്ക് പോയി യേശു കർത്താവിനെ മുഖാമുഖം കാണുന്ന അവസ്ഥയുണ്ടായി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കൂടെയുള്ള പരിശുദ്ധാത്മാവ് പറഞ്ഞു, 9 കൃപാവരങ്ങൾ നീ ചോദിച്ചോ, തരുമെന്ന് പറഞ്ഞു. അങ്ങനെ 9 കൃപാവരം എനിക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ താനത് ചോദിച്ചു. 9 കൃപാവരങ്ങളാൽ കർത്താവ് നിറച്ചു. 4-5 ലക്ഷത്തോളം ജനങ്ങൾ ഓരോ ക്രൂസൈഡിലും കൂടത്തക്ക രീതിയിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു അപ്പോസ്തലനായി താൻ ഉയർന്നു വന്നതിൻ്റെ പുറകിൽ വീണ് കിട്ടുന്ന സമയം മുഴുവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് മാത്രമല്ല, സമയമുണ്ടാക്കി ഭക്ഷണം മാറ്റിവെച്ച് വിശപ്പ് വന്നിട്ടും ആ വിശപ്പിലേക്ക് പോകാതെ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു. വിശപ്പിനെ പോലും വെല്ലുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ് തന്നെ ഇന്ത്യയുടെ അപ്പോസ്തലനാക്കി മാറ്റിയത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കഴിയും. നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന വിലപ്പെട്ട ആ സമയമാണ് ഈ മറുപടികൾ കൊണ്ടുവരുന്നത്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഞങ്ങളിന്ന് കേട്ട ദൈവവചനം പോലെ വിവശതകൾ വരുന്ന, ദർശനങ്ങൾ ഉളവാകുന്ന
പ്രാർത്ഥന അനുഭവത്തിലേക്ക് ഞങ്ങൾക്ക് കയറുവാൻ ഞങ്ങളെ സഹായിക്കണം. ബുദ്ധിപരമായ പ്രാർത്ഥനകൾക്കപ്പുറം, സമയമുള്ളപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കപ്പുറം, വില മുടക്കിയുള്ള പ്രാർത്ഥനകളിൽ ഉളവാകുന്ന വിവശത ഞങ്ങൾക്ക് തരുന്ന ദർശനങ്ങൾ ഞങ്ങൾക്കും ആവശ്യമാണ്. ഇത് ഞങ്ങളുടെ അവകാശമാണ്. വിവശതയും ദർശനങ്ങളും ഞങ്ങൾ ചോദിക്കുന്നു. അതിനുവേണ്ട പ്രാർത്ഥനയുടെ നിയോഗങ്ങൾ, ഞങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന പ്രാർത്ഥനയുടെ ശേഷി ഞങ്ങൾക്കുണ്ടാകട്ടെ. ഇത് കേൾക്കുന്നവർക്ക് ഒരു ശുശ്രൂഷയിലേക്ക് നയിക്കുന്ന, അടുത്ത സ്റ്റെപ്പുകൾ വയ്ക്കാൻ ശേഷി തരുന്ന ഒരു പ്രാർത്ഥന നിയോഗം കൊടുക്കണമേ. ഞാൻ അവരെ അനുഗ്രഹിക്കും. കർത്താവ് അത് ചെയ്യണം, യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശുവിൻ്റെ കൈകളിൽ എപ്പോഴും താണിരിക്കുക. വലിയ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയും. ഇന്ന് രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഉപവാസ പ്രാർത്ഥനയുണ്ട്. കടന്നു വരിക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.